ഇപ്പോൾ വരുന്ന ഒരു വർത്തമാനം PC വിശ്വനാഥും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും രണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരാണ്. ഇവർ ഇടപെട്ടത് കൊണ്ടാണ് ഇത് ഒരു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, MLA സ്ഥാനം നിലനിർത്തുക എന്നുള്ള തീരുമാനം കോൺഗ്രസിന് കൈക്കൊള്ളേണ്ടി വന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നു. വി ജയശങ്കർ ഇത്തരമൊരു സൂചനയുമായി നമുക്കൊപ്പം ചേരുകയാണ്. പറയൂ ജയശങ്കർ, ഈ ആധികാരികമായ ഒരു സോഴ്സിനെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നത്. രാഹുൽ മങ്കൂട്ടത്തിൽ രാജിവെച്ചേ മതിയാകൂ എന്നായിരുന്നു ഇന്നലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് ഉയർന്ന മുറവിളി. കാരണം ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ കോൺഗ്രസിൽ നിന്ന് ഒരുപോലെ ഈ ഒരു പ്രതികരണം എത്തി. അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു വിഷയത്തിലും എല്ലാ നേതാക്കളും ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് പാർട്ടിയിലില്ല. അങ്ങനെ രാഹുലിൻ്റെ രാജി ഏറെക്കുറെ ഉറപ്പിച്ചൊരു ഘട്ടത്തിലാണ് രണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാർ രാഹുലിന് വേണ്ടി രംഗത്തെത്തിയത്. PC വിശ്വനാഥും ഷാഫി പറമ്പിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡുമായി തന്നെ നേരിട്ട് കൂടിയാലോചനകൾ നടത്തി. രാഹുലിനെ കൂടി കേൾക്കണമെന്നൊരു കാര്യം പാർട്ടിയെ അറിയിച്ചു. ഒപ്പം തന്നെ ഇന്നലെ രാഹുൽ ഉച്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനം നടത്തി വിവരങ്ങൾ അറിയിച്ചതും ഈ നേതാക്കളുടെ കൂടി അനുവാദത്തോടു കൂടിയാണ്. ആ വാർത്താ സമ്മേളനം, ആ പ്രതികരണങ്ങളൊക്കെ തന്നെ രാഹുലിന് കുറച്ചുകൂടി ഒരു പ്രതിരോധം തീർക്കാൻ, രാഹുലിന് കാര്യങ്ങൾ അനുകൂലമാക്കാൻ സഹായിച്ചു. ഒപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അത് പാലക്കാട് തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഈ നേതാക്കൾ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു. അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഉൾപ്പെടെ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ രാജി വേണ്ട, പകരം സസ്പെൻഷനിലേക്ക് കാര്യങ്ങളെ നീക്കുന്നതിന് എല്ലാം വഴിവെച്ചതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും രാഹുൽ അടൂരിലെ വീട്ടിൽ തന്നെയുണ്ട്. അല്പസമയത്തിനകം തന്നെ രാഹുലിൻ്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിവാക്കി അതിൽ കൂടുതലുള്ള നടപടികളോട് ആദ്യഘട്ടത്തിൽ ഒരു താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം പിന്നീട് ഇപ്പോൾ MLA സ്ഥാനം രാജിവെക്കലോ ഇല്ലെങ്കിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളോട് ആദ്യഘട്ടത്തിൽ വിയോജിപ്പായിരുന്നു. പക്ഷേ